നമസ്കാരം. നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഒരു നിർദ്ദേശം വന്നു. വളരെ കാലങ്ങളായിട്ട് ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ആ നിർദ്ദേശം വന്നതിൽ വളരെ വ്യക്തിപരമായ സന്തോഷം കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, മെഡിക്കൽ കോളേജിന്റെ പരിസരത്തൊക്കെ ബാനറും കൊടിയും ഒക്കെ കെട്ടി സംഘടനയുടെയൊക്കെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് ഉച്ചഭക്ഷണം, പൊതിച്ചോറ്, ഈ ആഹാരമൊക്കെ വിതരണം ചെയ്യുന്ന ഒരു ഏർപ്പാട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് ഒരു കണക്കിന് എന്തൊരു മഹാപാപമാണ് ചെയ്യുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. ഒരു സേവനമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോൾ തുടരെ വിളിച്ചു പറയുന്നത്, ഞങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുന്നില്ലേ, ഞങ്ങൾ അവിടെ പൊതിച്ചോറ് കൊടുക്കുന്നില്ലേ, അതും ഇവരുടെ കയ്യിൽ നിന്നുള്ള പൈസയ്ക്കല്ല ഈ ചെയ്യുന്നത്, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന പൊതിച്ചോറാണ് മെഡിക്കൽ കോളേജിൽ ഒന്ന് എത്തിച്ചു കൊടുക്കുന്നു എന്നൊരു കാര്യം മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ആ ഒരു സഹായത്തിനെയും കൂടി കച്ചവടമാക്കുന്ന രീതിയിൽ, രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അത് കുറേ നാളുകൊണ്ട് വളർന്നിരുന്നു. അപ്പോൾ ഇതിനൊരു അറുതി വേണമെന്ന് എപ്പോഴും ഞാൻ മനസ്സിൽ കരുതിയിരുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ, ഗവൺമെൻറ് ആശുപത്രികളിൽ കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങുമെന്നാണ് അദ്ദേഹം ആലപ്പുഴയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ തുടക്കമായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിലായിരിക്കും ആദ്യത്തെ കമ്മ്യൂണിറ്റി കിച്ചൺ വരുന്നത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ആർക്ക് വേണമെങ്കിലും അവിടെ കൊണ്ട് ആഹാരം കൊടുക്കാം, എന്നിട്ട് അവിടെ നിന്ന് ഈ രോഗികൾക്ക് ആഹാരം വാങ്ങിച്ച് കഴിക്കാം. ഇത് ഒരു ഔദാര്യം കൈപ്പറ്റുന്നത് പോലെ ഒരു തോന്നലുണ്ടാക്കുന്ന തരത്തിലാണ് അവരിങ്ങനെ പരസ്യം കൊടുത്തിട്ട് ഈ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നത്. ഒരു മനുഷ്യന് ഒരു സഹായം ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ സഹായിച്ചിട്ട് അല്ലെങ്കിൽ ആഹാരം കൊടുത്തിട്ട് അത് കൊട്ടിഘോഷിക്കുന്നിടത്തോളം വലിയൊരു മഹാപാപം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് വളരെ തെറ്റാണ്. ഒരു കണക്കിന് മെഡിക്കൽ കോളേജുകളിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. കെ മുരളീധരൻ കയറിയതിന് ശേഷം ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ സ്വാഗതാർഹമാണ്. ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളുടെയൊക്കെ കാര്യങ്ങൾ അറിയാം. വലിയ ആശുപത്രികളാണെങ്കിൽ അവയവ കച്ചവടത്തിൻ്റെ പേരിൽ പോലും ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ടെൻഷനാണ്. ഒരു അസുഖം വന്നാൽ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ ഇപ്പോൾ വലിയ ടെൻഷനാണ്. നമ്മുടെയൊക്കെ അവയവങ്ങൾ ഒരു സർജറിക്ക് ശേഷം നമ്മുടെയൊക്കെ ശരീരത്തിനുള്ളിൽ തന്നെ എല്ലാം ഉണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷൻ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. അതുമാത്രമല്ല, നമുക്ക് താങ്ങാനാവാത്ത ചികിത്സാ ചെലവ്, ഇതൊക്കെ നമ്മൾക്ക് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ, വളരെ നിലവാരമുള്ളതായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് പരമാവധി നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളെ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളെ തന്നെ ആശ്രയിക്കാം. അതിന് എല്ലാവരും, നമ്മുടെ ജനങ്ങളെല്ലാം അതിനാണ് താല്പര്യപ്പെടുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതുമാത്രമല്ല, ഈ കമ്മ്യൂണിറ്റി കിച്ചൺ വളരെ നല്ല പദ്ധതിയാണ്. നമ്മൾ വിചാരിക്കും ഒരു നേരത്തെ ആഹാരം കഴിക്കാനാണോ മെഡിക്കൽ കോളേജിൽ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ദിവസങ്ങളോളം മെഡിക്കൽ കോളേജിൽ കഴിയേണ്ടി വരുന്ന ആളുകൾ, അവർക്ക് താങ്ങാൻ പറ്റാത്ത ചിലവാണ് പിന്നീട് മുന്നോട്ടുണ്ടാകുന്നത്. കാരണം പുറത്തു നിന്ന് മരുന്നുകൾ വാങ്ങിക്കാൻ കാണും, ടെസ്റ്റുകൾ ചെയ്യാൻ കാണും, ആഹാരം കൂടി വരുമ്പോൾ അതൊരു എക്സ്ട്രാ ചിലവാണ്. എല്ലാവരും തന്നെ, ഒരു കുടുംബത്തിലെ എല്ലാവരും തന്നെ, ഒരുപക്ഷെ പണിയെടുക്കുന്ന എല്ലാവരും തന്നെ ആ ആശുപത്രിക്ക് ചുറ്റിപ്പറ്റി നിൽക്കുകയാണെങ്കിൽ എവിടെ നിന്ന് അവർക്ക് വരുമാനം വരാനാണ്? അന്നന്ന് ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആഹാരം സൗജന്യമായിട്ട് കൊടുക്കുന്നത് വളരെ വലിയൊരു കൈത്താങ്ങ് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട, അതിന് പരസ്യം വേണ്ട. കമ്മ്യൂണിറ്റി കിച്ചണുകൾ വഴി എല്ലാവരും ആഹാരം വാങ്ങി കഴിക്കട്ടെ. ഇതുമാത്രമല്ല, കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി എനിക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട് ആരോഗ്യ വകുപ്പിന് മുന്നിൽ. നമ്മുടെ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണെങ്കിലും ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വളരെ അത്യാവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവനക്കാരുടെ ക്ഷാമം, അല്ലെങ്കിൽ ഉള്ള ആശുപത്രി ജീവനക്കാർക്കുള്ള ഒരു സമ്മർദ്ദം. ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ നല്ലതായിട്ടുണ്ട്, ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാലും രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ഡോക്ടർമാർ വേണം, നഴ്സുമാർ വേണം, മറ്റു പാരാമെഡിക്കൽ ജീവനക്കാർ വേണം. അപ്പോൾ അവരുടെയൊക്കെ തസ്തികകളുടെ എണ്ണം കൂട്ടുക, കൂടുതൽ ജീവനക്കാരെ നിയമിക്കുക. അപ്പോൾ രോഗികളുടെ കാര്യങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് പോകും. ഉള്ള ജീവനക്കാർക്ക് അധികം സമ്മർദ്ദം ഏൽക്കേണ്ടി വരികയുമില്ല. പിന്നെ നമ്മുടെ ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ ആണെങ്കിലും മറ്റ് ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ ആണെങ്കിലും നൈറ്റ് ഡ്യൂട്ടിക്കൊന്നും അത്രത്തോളം ജീവനക്കാർ കാണില്ല. അപ്പോൾ ഈ ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ കുറവ് കൊണ്ടാണ് നൈറ്റ് ഡ്യൂട്ടിക്കൊക്കെ ആവശ്യത്തിന് ആളുകളില്ലാത്തത്. രാത്രി വൈകിയൊക്കെ നമുക്കൊരു ആരോഗ്യ പ്രശ്നമുണ്ടായി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഉടനടി ഒരു സേവനം ലഭ്യമാക്കാൻ അവിടെ ജീവനക്കാരില്ലാത്ത അവസ്ഥ. സാഹചര്യങ്ങളും യന്ത്രങ്ങളും മറ്റ് സൗകര്യങ്ങളും ബെഡും ഒക്കെ ഉണ്ടെങ്കിലും ജീവനക്കാരില്ലാതെ മുന്നോട്ട് പോകില്ലല്ലോ. മനുഷ്യൻ തന്നെ വേണമല്ലോ. അപ്പോൾ ജീവനക്കാരുടെ തസ്തികകൾ, സ്ഥിരം തസ്തികകൾ കൂടുതൽ സൃഷ്ടിക്കുക, കൂടുതൽ ജീവനക്കാരെ നിയമിക്കുക, ഉള്ളവരുടെ സമ്മർദ്ദം കുറയ്ക്കുക.
പിന്നെ ഈ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ നേരെ നടക്കുന്ന അക്രമങ്ങൾ, അതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും രോഗികളുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, ഇവർക്കെതിരെയുള്ള അക്രമങ്ങളൊക്കെ കൂടി വരുന്നുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ അതിനെതിരെ പ്രതിഷേധിക്കണം, ഇല്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു കേസിലെ പ്രതിയായ ഒരാളെ ഇപ്പം മദ്യത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ മറ്റ് ലഹരിയുടെ പുറത്തൊക്കെ ആണെങ്കിലും ആശുപത്രിയിൽ ചെക്കപ്പിന് വേണ്ടി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഡോക്ടർക്ക് നേരെ അല്ലെങ്കിൽ രോഗിക്ക് നേരെ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാർക്ക് സെക്യൂരിറ്റിക്കൊക്കെ നേരെ അയാൾ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സംഭവം അത് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനൊരു അറുതി വരുത്തണമെങ്കിൽ ആശുപത്രിയിലെ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാക്കണം. അതായത് ആശുപത്രി സംരക്ഷണ നിയമങ്ങൾ കർശനമാക്കണം. CCTV എല്ലായിടത്തും സ്ഥാപിക്കണം. സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. കാഷ്വാലിറ്റിയിലൊക്കെ ആണെങ്കിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്തണം. പിന്നെ രോഗികൾ അനുഭവിക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ്, സ്ഥിരമായിട്ട് ഒരേ മരുന്നൊക്കെ കഴിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സൗജന്യ മരുന്നിൻ്റെ സ്റ്റോക്ക് തീർന്നു പോയി എന്നുള്ള ഒരു പരാതി. അങ്ങനെ വരുമ്പോൾ ഇവർ വലിയ തുക കൊടുത്ത് പുറത്തുനിന്ന് ആ മരുന്ന് വാങ്ങിക്കേണ്ടി വരും. പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വലിയ വലിയ ആശുപത്രികളിൽ, നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലൊക്കെ ആണെങ്കിൽ ഒരു MRI സ്കാനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അതും രോഗികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ KMSCL വഴിയുള്ള മരുന്ന് വിതരണമൊക്കെ കൂടുതൽ കാര്യക്ഷമമാക്കണം. അതുപോലെ തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള അത്യാധുനിക പരിശോധനകൾ, MRI CT സ്കാനിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ താലൂക്ക് ആശുപത്രികളിലും അല്ലെങ്കിൽ ജനറൽ ആശുപത്രികളിലും ഒക്കെ കൂടി ലഭ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഏർപ്പാടാക്കുക. അതിന് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ മാത്രം ഇതിനുള്ള സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം നീണ്ടുപോകും. അവിടെയുള്ള മെഷീനുകൾ തികയാതെ വരും. രോഗികൾ കൂടുതലാണ്. അപ്പോൾ മെഷീനുകൾ കൂടുതൽ ഇറക്കി താലൂക്ക് ആശുപത്രികളിലേക്കൊക്കെ വരെ അത് വ്യാപിപ്പിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റഫറൽ സംവിധാനം കുറച്ചുകൂടി കർശനമാക്കുക. ഒരു ചെറിയ പനി വന്നാൽ അല്ലെങ്കിൽ ഒരു ചെറിയ തലവേദനയോ ജലദോഷമോ വന്നാൽ ഉടനെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് പോയാൽ അതവിടെ അമിതമായിട്ടുള്ള തിരക്കുണ്ടാക്കത്തതേ ഉള്ളൂ. അങ്ങനെ രോഗികളും കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ രോഗികൾ മെഡിക്കൽ കോളേജുകളിലേക്ക് തള്ളിക്കയറേണ്ട എന്നുണ്ടെങ്കിൽ അവരുടെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് കാണാൻ എപ്പോഴും ഡോക്ടർമാർ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കണം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത അസുഖങ്ങളെ മാത്രം മെഡിക്കൽ കോളേജുകളിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു രീതി കർശനമാക്കണം. അല്ലെങ്കിൽ അവിടുത്തെ തിരക്ക് നമുക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ഈ സ്ഥിരം പോകുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഈ നിലത്ത് കിടപ്പൊക്കെ ഇപ്പോൾ മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരു OP ടിക്കറ്റ് എടുക്കണമെങ്കിലും തീരെ വയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ആ ക്യൂവിൽ നിന്ന് തന്നെ കുഴഞ്ഞു വീഴും. അതുപോലത്തെ തിരക്കാണ് മെഡിക്കൽ കോളേജുകളിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്കാണെങ്കിലും നിസ്സാരമായിട്ടുള്ള അസുഖമാണെങ്കിൽ നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ തന്നെ അത് തീർക്കാൻ നോക്കുക. അവിടെ നിന്ന് ഡോക്ടർ റെഫർ ചെയ്താൽ മാത്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് പോകുക. പിന്നെ ഈ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി ലളിതമാക്കിയാൽ കുറേ പേർക്ക് കൂടി അത് പ്രയോജനപ്പെടും. ഈ ഓൺലൈൻ വഴി ടോക്കൺ ഒക്കെ ബുക്ക് ചെയ്യുന്ന ഏർപ്പാടൊക്കെ അറിയാത്ത ആളുകൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ജനസൗഹൃദമാക്കുന്ന രീതിയിൽ അതിനെക്കുറിച്ചുള്ള അവബോധമൊക്കെ കൊടുക്കുക, അത് കുറച്ചുകൂടി ലളിതമാക്കുക. ഈ സെർവർ തകരാറ് മൂലമൊക്കെ മണിക്കൂറുകളോളം ആശുപത്രിയിൽ OP ടിക്കറ്റ് വിതരണം തടസ്സപ്പെടുന്ന ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാങ്കേതിക തകരാറ് മൂലം ജനങ്ങൾക്ക് ഇങ്ങനെ ക്യൂ നിന്ന് ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടി വരരുത്. അതിനൊക്കെ പെട്ടെന്ന് ഒരു പരിഹാരം കിട്ടത്തക്ക വിധത്തിൽ, പരിഹരിക്കത്തക്ക വിധത്തിലുള്ള മാറ്റം ഈ OP യിലും അത്യാവശ്യമാണ്. അങ്ങനെ പരിഹരിക്കണമെങ്കിൽ അതിനുള്ള ബാക്കപ്പ് സംവിധാനങ്ങൾ ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു സാങ്കേതിക തകരാറ് കൊണ്ട് OP ടിക്കറ്റ് വിതരണം തടസ്സപ്പെട്ടു എന്ന് വരുമ്പോൾ അങ്ങനെ തടസ്സപ്പെട്ടാൽ അടുത്ത് എന്താണ്, ക്യൂ നീണ്ടുപോകാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അടുത്ത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സെക്കൻഡ് ഓപ്ഷൻ കൂടി എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, കേരളത്തിൽ അധികവും പ്രായമായ ആളുകളാണ്. ഇപ്പോൾ ഒരു 50 വയസ്സിന് ശേഷം വാർദ്ധക്യമാണെന്ന് തന്നെ പറയാം. കാരണം ജീവിതശൈലി രോഗങ്ങളൊക്കെ ആ സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് ജനങ്ങളെ വരിഞ്ഞു മുറുക്കുകയാണ്. ഈ പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ സാധാരണമായി മാറിയിരിക്കുന്നു, സർവ്വസാധാരണമായൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ വൃദ്ധർക്ക് വേണ്ടിയുള്ള പ്രത്യേക OP ടിക്കറ്റ് സംവിധാനങ്ങളും അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക വാർഡുകളുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യം. അവർക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിലെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളും ഒക്കെ കുറച്ചുകൂടി വിപുലപ്പെടുത്തിയാൽ നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ അധികമായിട്ടുള്ള വൃദ്ധർക്ക് അതൊരു വലിയ തണലായിരിക്കും. എല്ലാവർക്കും ഒന്നും ഈ പറഞ്ഞതുപോലെ ഈ പ്രൈവറ്റ് ആശുപത്രികളെ സമീപിക്കാനുള്ള സാഹചര്യമില്ല. സമീപിച്ചാലും ജീവൻ ബാക്കി കിടക്കുമോ എന്നുള്ള ടെൻഷൻ കൂടി ഇപ്പോൾ നമുക്കുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെ കടമോ തിരിച്ചോ മറിച്ചോ ഒക്കെ കൊണ്ട് നമ്മൾ ബില്ലടയ്ക്കാമെന്ന് വെച്ചാലും നമ്മുടെ സാമ്പത്തികവും നഷ്ടമാവും, ആളും പോകും. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഒരുപാട്
ഒരുപാട് പരിഷ്കാരങ്ങൾ ആരോഗ്യ മേഖലയിലൊക്കെ വരുത്തുന്നുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. രോഗി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം മരണപ്പെട്ടാൽ ആ ബില്ല് ഉണ്ടായിരിക്കുന്നതല്ല. അവർ ആ പണം അടയ്ക്കേണ്ട ആവശ്യമില്ല, ആശുപത്രിയിൽ ബില്ല് അടയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ വരുന്നത് ഈ ആശുപത്രിക്കാരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഈ രോഗികളുടെ കയ്യിൽ നിന്നും പരമാവധി പണം പിടുങ്ങണമെന്ന്. പ്രൈവറ്റ് ആശുപത്രികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പൈസ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്ക ചികിത്സ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന ഒരു ചിന്ത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അതായത് ബില്ല്, രോഗി മരണപ്പെട്ടാൽ പിന്നെ എന്തിനാണ് ആ ബില്ല്? ഇവരുടെ ചികിത്സ മോശമായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് ഇവർ ചികിത്സിച്ചില്ല, അതുകൊണ്ടല്ലേ രോഗി മരണപ്പെട്ടത്. അപ്പോൾ പിന്നെ ആ ബില്ല് അവിടെ അടയ്ക്കേണ്ട കാര്യമില്ല. വളരെ നല്ലൊരു നീക്കമാണ്, കേരളത്തിന് പകർത്താൻ പറ്റുന്ന ഒരു നീക്കമാണത്. എന്താണെങ്കിലും നമുക്കെല്ലാം പ്രതീക്ഷയുണ്ട് പുതിയ മന്ത്രിയിൽ. ഇവിടെ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി എങ്ങനെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയിലേക്ക് എത്തിയെങ്കിൽ വളരെ നന്നായിരുന്നു. എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് ഞാൻ ഈ പറഞ്ഞ നിർദ്ദേശങ്ങളോട് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതൂ.